പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോടിയർച്ചനയുടെയും വടക്കുപുറത്തുപാട്ടിൻ്റെയും ഐതിഹ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഭാരതമൊട്ടാകെയുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമഗണനീയമായതും ദക്ഷിണകാശി എന്ന നാമത്തിൽ പ്രസിദ്ധവുമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്നതാണ് കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് വലിയ നെടുമ്പുര കെട്ടി ചുറ്റിലും മറച്ച് അവിടെ നടത്തുന്ന കളമെഴുത്തുപാട്ടും എഴുന്നള്ളിപ്പുമാണ് ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. വടക്കുപുറത്തുപാട്ടിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വസൂരി രോഗം ബാധിച്ച് വൈക്കം ദേശവാസികളാകെ വിഷമത്തിലായി. രോഗവും മരണവും വർദ്ധിച്ചപ്പോൾ ഭദ്രകാളി പ്രീതി മാത്രമാണ് പ്രതിവിധി എന്ന് മനസ്സിലാക്കിയ രാജാവ് ഉടൻ കൊടുങ്ങല്ലൂരിൽ പോയി 41 ദിവസം ഭഗവതിയെ ഭജിച്ച് തൻ്റെ ദേശത്തെ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 41-ാം ദിവസം രാജാവിന് ദേവിയുടെ ദിവ്യദർശനം കിട്ടി. എന്നെ ഉദ്ദേശിച്ച് ഇനി മുതൽ വൈക്കം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും നടത്തിയാൽ ആപത്ത് നീങ്ങും. പോകുമ്പോൾ തലക്കലിരിക്കുന്ന ഉടവാൾ കൂടി കൊണ്ടുപോയി ചടങ്ങ് നടത്തുന്ന സമയത്ത് പ്രത്യേക പീഠത്തിൽ വച്ച് എന്നെ ഉദ്ദേശിച്ച് പൂജിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഭക്തജനങ്ങളുടെ ശ്രേയസ്സിനും ദേശത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് സർവമംഗളകാരിയായ തിരുവൈക്കത്തപ്പന് കോടിയർച്ചനയും വിശ്വജനനിയായ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വടക്കുപുറത്തുപാട്ടും നടത്തുന്നത്. 12-ാം ദിവസം രാവിലെ 10 മണിയോടെ ഭക്തർക്കായി കളം തുറന്നുകൊടുക്കും. ഭക്തർ നെൽപ്പറ, മഞ്ഞൾപ്പറ എന്നിവ ചൊരിഞ്ഞ് ദേവിയെ സ്തുതിക്കും. വൈകുന്നേരം കളത്തിൽ തിരിയൊഴിച്ചിൽ നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം കൊച്ചാലും ചുവട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂരമ്മയെ 64 കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ വാദ്യമേള സഹിതം പാട്ടുപുരയിലേക്ക് ആനയിക്കും. തുടർന്ന് വൈക്കത്തപ്പനും കൊടുങ്ങല്ലൂരമ്മയും ചേർന്നുള്ള എഴുന്നള്ളത്തിന് ശേഷം കളം പൂജ നടക്കും. ആദ്യ 4 നാൾ 8 കൈകൾ, പിന്നീടുള്ള 4 നാളുകൾ 16 കൈകൾ, അടുത്ത 3 ദിനങ്ങൾ 32 കൈകൾ എന്ന ക്രമത്തിൽ വരച്ച കളങ്ങൾ കണ്ടു തൊഴാനും കളംപാട്ട് കേൾക്കാനും ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക. 12-ാം ദിവസം 64 തൃക്കൈകളിലും ആയുധമേന്തി വേതാളകണ്ഠസ്ഥിതയായ ഭദ്രകാളിയുടെ പഞ്ചവർണ്ണക്കളമാണ് വരയ്ക്കുക. 64 കലാകാരന്മാർ ചേർന്നാണ് ദേവിയുടെ കളം തീർക്കുക. തുടർന്ന് കളംപാട്ടും കളം മായ്ക്കലും നടക്കും. കളം മായ്ക്കൽ കഴിഞ്ഞാലാണ് വലിയ ഗുരുതി. ഇത് കഴിയുമ്പോൾ വടക്കുപുറത്തുപാട്ട് പരിസമാപിക്കും. ഇനി ഒരു വ്യാഴവട്ടം കാത്തിരിക്കണം വടക്കുപുറത്തുപാട്ടിന്.